ഓക്കെ, ഇനി എക്സസൈസ് 6E നമുക്ക് ഒന്ന് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തെ ചോദ്യം 30% ഓഫ് 60 എന്ന് പറഞ്ഞാൽ എന്താണ്? 100 പേരുടെ കയ്യിൽ 30 മിഠായി ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 60 പേരുടെ കയ്യിൽ എത്ര ആയിരിക്കും? അപ്പൊ നമ്മൾ ചുമ്മാ കണ്ണുടച്ച് പറഞ്ഞു കൊടുക്കും. 100 പേരുടെ കയ്യിൽ 30 ആണെന്നുണ്ടെങ്കിൽ ഒരാളുടെ കയ്യിൽ എത്ര ആണ്? ഒരാളുടെ കയ്യിൽ എത്ര ആണെന്ന് കണ്ടുപിടിച്ചാൽ എത്രയാണ്? ഒരാളുടെ കയ്യിൽ എത്ര ആണോ പിന്നെ നമുക്ക് എത്രയാണ്? 60 പേരുടെ കയ്യിലാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇൻറ്റു 60 എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താണ്? 100 പേരുടെ കയ്യിൽ 30 മിഠായി ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 60 പേരുടെ കയ്യിൽ എത്ര ആയിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതി കൊടുക്കും. ഔട്ട് ഓഫ് 100 എത്രയാണ്? 30. അങ്ങനെയാണെങ്കിൽ ഒരാളുടെ കയ്യിൽ എത്ര ആയിരിക്കും? ഔട്ട് ഓഫ് 1 = 30 ഡിവൈഡഡ് ബൈ 100. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 60 പേരുടെ കയ്യിൽ എത്ര ആയിരിക്കും? ഔട്ട് ഓഫ് 60 = ഒരാളുടെ കയ്യിൽ എത്ര ആണോ ഇൻറ്റു 60. ശരിയാണോ? ഈ 0 നമ്മൾ കിട്ടി, ഈ 0 നമ്മൾ കിട്ടി. = 3 × 6 എത്രയാണ്? 18. അപ്പം 100 പേരുടെ കയ്യിൽ 30 മിഠായി ആണെന്നുണ്ടെങ്കിൽ ഒരാളുടെ കയ്യിൽ 30 ഡിവൈഡ് ബൈ 100 എന്ന് പറഞ്ഞാൽ 60 പേരുടെ കയ്യിൽ എത്ര മിഠായി ആയിരിക്കും? 18 മിഠായി. വളരെ സിമ്പിൾ, വളരെ സിമ്പിൾ. 100 പേരുടെ കയ്യിൽ 30, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 60 പേരുടെ കയ്യിൽ എത്രയാണ്? 18. ഒരാളുടെ കയ്യിൽ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ഇൻറ്റു എത്ര പേരുടെ കയ്യിലാണോ അത്ര എഴുതി കൊടുക്കുക. കണ്ട, ഒരാളുടെ കയ്യിൽ എത്ര ഇൻറ്റു 60. വളരെ സിമ്പിൾ. ഓക്കെ, നമുക്കിനി അടുത്തൊരു കണക്ക് നോക്കാം. 45% ഓഫ് 80 ml. 100 ml ആയിരുന്നെങ്കിൽ എത്രയായിരുന്നു? 45. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 80 ml ആണെന്നുണ്ടെങ്കിൽ എത്രയാണ് നമുക്ക് നോക്കാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് എഴുതി കൊടുക്കും? ഔട്ട് ഓഫ് 100 = 45. അങ്ങനെയാണെങ്കിൽ ഔട്ട് ഓഫ് 1 = 45 ഡിവൈഡഡ് ബൈ 100. ഔട്ട് ഓഫ് എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? 80 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ കയ്യിൽ എത്ര ആണോ 45 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 80. ഇതും നമ്മൾ കിട്ടി. ശരിയല്ലേ? ഇനി 5 വെച്ച് നമുക്ക് ഇതിനെ വെട്ടാം. എത്രയാണ്? ഇത് 2 ടൈംസ്. ഇതാണെങ്കിലോ 9 ടൈംസ്. ഇനി 2 വെച്ച് വെട്ടിക്കേ. എത്രയാണ്? 4. 4 × 9 എത്രയാണ്? 36. ഇത് ml അല്ലേ? 30 ഔട്ട് ഓഫ് 30 ml. 36 ml. അപ്പോൾ ഔട്ട് ഓഫ് 100 ml ആയിരുന്നെങ്കിൽ 45 ml ആയിരുന്നു. എത്രയാണ്? ഔട്ട് ഓഫ് 1 ml ആണെന്നുണ്ടെങ്കിൽ ഇത്രയും. ഔട്ട് ഓഫ് 80 ml ആകുമ്പോൾ ഔട്ട് ഓഫ് 1 എത്രയാണ്? ഇൻറ്റു 80. ദാറ്റ് ഈസ് ഈക്വൽ ടു 36 ml. വളരെ സിമ്പിൾ. ഓക്കെ, അടുത്തൊരു കണക്ക് നോക്കാം. 12% ഓഫ് 800 rupees എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട് ഓഫ് 100 ആയിരുന്നെങ്കിൽ എത്രയാണ്? 12. ഔട്ട് ഓഫ് 1 ആയിരുന്നെങ്കിൽ എത്രയാണ്? 12 ഡിവൈഡഡ് ബൈ 100 എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് 800 ആണെങ്കിൽ എത്രയാണ്? 12 ഡിവൈഡഡ് ബൈ 100. ശരിയല്ലേ? ഇൻറ്റു എത്രയാണ്? 800. ഈ 2 0 പറ്റി, ഈ 2 0. 12 × 8. 12 × 8 = 12 × 8 എത്ര നമുക്ക് ചെയ്ത് നോക്കാം. ഇൻറ്റു 8. 8 × 2 16. 1. 8 × 1 8 + 1 9. എത്രയാണ്? നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിച്ചോണം, ഇത് റുപ്പീസിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം എത്ര റുപ്പീസാണ്? 96. അപ്പൊ ഇതെല്ലാം റുപ്പീസിലാണ്. അപ്പൊ ഇതിന്റെ ഈസി മെത്തേഡ് എങ്ങനെയാണ്? 12% ഓഫ് 800. 12% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 800. ഇതല്ലേ സംഭവം? ഇത് തന്നെയല്ലേ ഇവിടെ ചെയ്തു വെച്ചേക്കുന്നത്? 12 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 800. ഈ സാധനം തന്നെയല്ലേ നമ്മൾ ഇവിടെ ചെയ്തു വെച്ചേക്കുന്നത്? ഇത് ഈസി മെത്തേഡ്. ഓക്കെ, ഓക്കെ, അടുത്തൊരു കണക്ക് നമുക്ക് നോക്കാം. 8% ഓഫ് 400 gram എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്?
8% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 ഡിവൈഡ് ബൈ ഈസി മെത്തേഡാണ് നമ്മൾ നോക്കുന്നത്. 8 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 400. ഈ 2 0 വെട്ടിപ്പോയി. 8 ഇൻറ്റു 4 സിക്കൽ ടു എത്രയാണ്? 32 ഗ്രാം. ശരിയല്ലേ? അല്ലാതെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യും? ഔട്ട് ഓഫ് 100 എത്രയാണ്? സിക്കൽ ടു 8. ഔട്ട് ഓഫ് 1 സിക്കൽ ടു 8 ഡിവൈഡ് ബൈ 100. കണ്ടോ? ഇനി അടുത്ത ഔട്ട് ഓഫ് എത്രയാണ് നമുക്ക് വേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്? 400. ശരിയല്ലേ? ഔട്ട് ഓഫ് 400 സിക്കൽ ടു 8 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 400. ഒരാളുടെ കയ്യിൽ എത്രയാണോ ഇൻറ്റു 400. ഇത് തന്നെയല്ലേ ഇവിടെ ചെയ്ത് വെച്ചേക്കുന്നേ? ശരിയാണോ? സിക്കൽ ടു 8 ഇൻറ്റു 4 32. ഏതാണ് യൂണിറ്റ്? ഗ്രാം. എന്നിട്ട് 2 ഡബിൾ ലൈൻ ചെയ്ത് കൊടുക്കുക. വളരെ എളുപ്പം. ഓക്കെ, ഇനി നമുക്ക് വേറൊരു കണക്ക് നോക്കാം. 40% ഓഫ് 200 ഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് എഴുതി കൊടുക്കും? ഔട്ട് ഓഫ് 100 ഇസിക്കൽ ടു 40. ഔട്ട് ഓഫ് 1 ഇസിക്കൽ ടു 40 ഡിവൈഡഡ് ബൈ 100. ശരിയല്ലേ? ഔട്ട് ഓഫ് 1 നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഔട്ട് ഓഫ് 200 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇതല്ല 100 കിലോഗ്രാം, ഇത് 1 കിലോഗ്രാം എന്നൊക്കെ നമ്മൾ എഴുതി. 200 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് 1 ഇൻറ്റു 200. ഇതും കിട്ടി. 40 ഇൻറ്റു 2 എത്രയാണ്? 4 ഇൻറ്റു 2 8. 80 kg. മനസ്സിലായോ? ഇനി ഈസി മെത്തേഡ് നമ്മൾ എന്ത് ചെയ്യും? 40% ഓഫ് 200 ഗ്രാം. എന്താ ഈസി മെത്തേഡിൽ നമ്മൾ എങ്ങനെ ചെയ്യുന്നത്? 40 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 200. എത്ര കിട്ടി? 80 കിലോഗ്രാം. ഇത് നോക്കി, ഇത് തന്നെയല്ലേ? ഇത് ഈസി അല്ലേ? ഓക്കെ, അടുത്തൊരു കണക്ക് നോക്കി. 25% ഓഫ് 720 മില്ലിഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് എഴുതി കൊടുത്തു? ഔട്ട് ഓഫ് 100 ഇസിക്കൽ ടു 25. ഔട്ട് ഓഫ് 1 ഇസിക്കൽ ടു 25 ഡിവൈഡഡ് ബൈ 100. ഔട്ട് ഓഫ് 720 ഇസിക്കൽ ടു 25 ഡിവൈഡഡ് ബൈ 100. ഔട്ട് ഓഫ് 1 എത്ര നോക്കി? ഇൻറ്റു എത്രയാണ്? 720. ഈ 25നെ വെച്ച് നമുക്ക് 100നെ വെട്ടാം. എത്ര തവണയാണ്? എത്ര തവണയാ? 4 ടൈംസ്. ശരിയല്ലേ? ഇനി 4നെ വെച്ച് 720 പറ്റി. ശരിയല്ലേ? അപ്പൊ എത്ര വന്നു? 180. അപ്പൊ എത്ര വന്നേ? 180 ആണ് മില്ലിഗ്രാം. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? 25% ഓഫ് 720 മില്ലിഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈസി മെത്തേഡ് എങ്ങനെ ചെയ്ത് കൊടുക്കും? 25 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 720. എങ്ങനെയാണ്? ഇതും പോയി, അല്ലെങ്കിൽ വേണ്ട, ഇത് വെച്ചിട്ട് നമ്മൾ ഇതിനെ വെട്ടി എത്രയാണ്? 4 ടൈംസ്. ശരിയല്ലേ? അപ്പം 720 ഡിവൈഡഡ് ബൈ 4. 720 ഡിവൈഡഡ് ബൈ 4 എത്ര തവണയാണ്? 180 മില്ലിഗ്രാം. അപ്പൊ എപ്പോഴും നമ്മൾ യൂണിറ്റ് എഴുതാൻ വിട്ടുപോകരുത്. അടുത്തൊരു കണക്ക് നോക്കി. 6 and 1/4% ഓഫ് 100 rupees. 6 and 1/4 എന്ന് പറയുന്നത് എന്താണ്? ഒരു മിക്സഡ് ഫ്രാക്ഷൻ ആണ്. അതിനെ നമ്മൾ പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കും. എങ്ങനെയാ പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കണേ? 6 ഇൻറ്റു 4. ശരിയല്ലേ? എന്നിട്ട് ഇത് കിട്ടുന്ന പ്രോഡക്റ്റിനെ ഇതുമായിട്ട് പ്ലസ് ചെയ്യുക. പ്ലസ് 1 എത്ര വന്നു? 24 പ്ലസ് 1 ഇക്വൽ ടു 25. ശരിയല്ലേ? അപ്പൊ അതിനെ തന്നെ നമ്മൾ 6 and 1/4% ഓഫ് ₹100. ശരിയല്ലേ? അതിന് നമ്മൾ എന്താ എഴുതി? 25/4% ഓഫ് ₹100. ശരിയല്ലേ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം?
ഇതെന്റെ അർത്ഥം എന്താണ്? 25/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട് ഓഫ് 100 is equal to 25/4. ശരിയല്ലേ? അപ്പം ഔട്ട് ഓഫ് 1 is equal to 25/4 divided by 100 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? 25/4 into 1/100. ഈ ഡിവിഷനെ മാറ്റുമ്പോൾ എന്ത് ചെയ്യും? 1/100. ഇത് നോക്കി, 25നെ ഇത് വെച്ച് കിട്ടാം 4 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 1/16. കണ്ടോ? അപ്പൊ ഔട്ട് ഓഫ് 1 എത്ര കിട്ടി നമുക്ക്? 1/16. അപ്പൊ നമുക്ക് എത്ര കണ്ടുപിടിക്കേണ്ടത്? ഔട്ട് ഓഫ് 100 is equal to 1/16 into 100 എന്ന് പറഞ്ഞാൽ എത്ര വരും? is equal to, ഇപ്പൊ ഇതിനെ നമുക്ക് വെട്ടാം. ഇത് എത്രയായി? 50. ഇത് എത്ര വന്നു? 8. ഇതിനെ വീണ്ടും നമ്മൾ വെട്ടുമ്പോട്ട് വന്നു 4. ഇത് എത്ര വന്നു? 25 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 25/4. ശരിയല്ലേ? ഇങ്ങോട്ട് മാറ്റി എഴുതാം. 25/4. ഇത് തന്നെയല്ലേ നമുക്ക് ഇവിടെയും കിട്ടി? ഔട്ട് ഓഫ് 100 25/4. കണ്ടോ? അപ്പൊ ഇവിടെ തന്നെ നമുക്ക് ഉത്തരം കിട്ടി. ശരിയല്ലേ? ശരിയാണോ? അപ്പൊ ഇവിടെ നമ്മൾ വീണ്ടും കിട്ടിയപ്പോൾ വീണ്ടും അത് വെട്ടി 25/4. അപ്പൊ നമ്മൾ നോക്കിക്കോണം, ഇത് എത്ര റുപ്പീസാണ്? 100 റുപ്പീസാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും റുപ്പീസാണ്. അപ്പൊ 25/4 നമുക്കൊന്ന് ചെയ്തു നോക്കാം. 25/4 ശരിയല്ലേ? എത്ര തവണയാണ്? 6 ടൈംസ് എത്ര വരും? 24. 1 വന്നില്ലേ? അപ്പൊ ഇവിടെ നമ്മൾ പോയിന്റ് കൊടുത്തിട്ട് 0. അപ്പൊ ഇവിടെ എത്ര വന്നു? 2 ടൈംസ് 8 2 0 എത്ര വന്നു? 5 എന്ന് പറഞ്ഞാൽ എത്ര വന്നു? എത്ര റുപ്പീസാണ്? 0.25. ശരിയല്ലേ? ഇവിടെ ഏത് തന്നെയല്ലേ കിട്ടിയേ? 6.25. ഇതാണ് അതിന്റെ ആൻസർ. മനസ്സിലായോ? ഇത് ഇവിടെ തന്നെ നമുക്ക് ഔട്ട് ഓഫ് 100 കിട്ടി. ഇവിടെ ചോദ്യം എന്തായിരുന്നു? ഔട്ട് ഓഫ് 100 ആയിരുന്നു. അപ്പൊ ഇത്രയും റുപ്പീസ് ആണെന്ന് നമ്മൾ എഴുതി കൊടുക്കണം. ശരിയല്ലേ? ഇത് നമ്മൾ ഡിവൈഡ് ചെയ്ത് ഒന്നും കൂടെ നമ്മൾ ചെയ്ത് നോക്കിയെന്നേ ഉള്ളൂ. ഇത്രയും വരെ പോകേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ നമുക്ക് ഔട്ട് ഓഫ് 100 കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 100 രൂപയാണെങ്കിൽ 6.25 6 and 2/4 ആണ്. അങ്ങനെയാണെങ്കിൽ 100 രൂപയാണെങ്കിൽ എത്ര ആണ്? അങ്ങനെയാണ് ചോദ്യം. 100 രൂപയ്ക്ക് 6.25 രൂപയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 100 രൂപയാണെങ്കിൽ എത്ര ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ഉത്തരം. 6 and 1/4% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 and 1/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6.25%. ഇത് തന്നെയല്ലേ ഇവിടെ ഉത്തരം കിട്ടിയേക്കുന്നത്. അപ്പൊ ഈ ചോദ്യം എന്താണ്? ഒരു മണ്ടൻ ചോദ്യമാണ്. 100 രൂപയ്ക്ക് 6.25 രൂപ. അങ്ങനെയാണെങ്കിൽ 100 രൂപയ്ക്ക് എത്രയാണ്? 6 and 1/4. അതുവാണെങ്കിൽ 6.25 എന്ന് എഴുതാം. ഞാൻ അത് തന്നെയല്ലേ ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. ആണോ? കിട്ടിയോ? മനസ്സിലായോ? വളരെ സിമ്പിൾ. ഓക്കെ, അടുത്തൊരു ചോദ്യം നമുക്ക് നോക്കാം. 33 and 1/3% ഓഫ് 400 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇത് രണ്ടും കൂടെ നമ്മൾ ഇൻറ്റു ചെയ്യുക, എന്നിട്ട് അതിന്റെ പ്രോഡക്റ്റിന് ഇതുമായിട്ട് പ്ലസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ 33 into 3. ശരിയല്ലേ? ഇപ്പൊ എത്ര വന്നു? 9 പ്ലസ് 1. ഈ 1 പ്ലസ് ചെയ്യുക. എത്ര നമുക്ക് കിട്ടി? 100 എന്ന് പറഞ്ഞാൽ 100/3% ഓഫ് 400 കിലോമീറ്റർ. ശരിയാണോ? 100/3% ഓഫ് 400 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ എഴുതി കൊടുക്കും? ഔട്ട് ഓഫ് 100 is equal to 100/3. ശരിയാണോ? ഔട്ട് ഓഫ് 1 is equal to 100/3 divided by 100. ഇത് നമുക്ക് എങ്ങനെ എന്ത് എഴുതി കൊടുക്കാം?
100 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു നേരെ റെസിപ്രോക്കലായിട്ട് എഴുതി കൊടുക്കുക 1/100. ഈ 100ഉം ഈ 100ഉം വെട്ടിപ്പോയി. എത്ര വന്നു? 1/3 എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് 1 എത്രയാണ്? 1/3. നമുക്ക് എത്ര കണ്ടുപിടിക്കണ്ടേ? ഔട്ട് ഓഫ് 400. ഔട്ട് ഓഫ് 400 ഈക്വൽ ടു 1/3. ഔട്ട് ഓഫ് 1 എത്രയാണോ ഇൻറ്റു 400 ഈക്വൽ ടു 400 ഡിവൈഡഡ് ബൈ 3. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 400 ഡിവൈഡഡ് ബൈ 3. 1 ടൈം 3. ശരിയല്ലേ? അപ്പൊ ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങോട്ട് ഇറക്കാം. എത്ര വന്നു? 3 ടൈംസ് 9 1. അടുത്ത നമ്മൾ ഇറക്കി. എത്ര വന്നു? 3 ടൈംസ് 9. വീണ്ടും എത്ര വന്നു? 1. വീണ്ടും 0 അടക്കാനില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു പോയിന്റ് ഇട്ട് കൊടുത്തു. ഇവിടെ 0. അപ്പോൾ വീണ്ടും ഇവിടെ 3 9. വീണ്ടും ഇവിടെ 3. കണ്ടോ? അപ്പോൾ ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. എന്ന് പറഞ്ഞാൽ എത്ര ഉത്തരം വരുന്നേ? 133.33 കിലോമീറ്റേഴ്സ്. കണ്ടോ? അപ്പോൾ ഈ അണ്ടർലൈൻ ചെയ്യണം. നമ്മൾ ഇത് ഫുള്ളായിട്ട് അങ്ങ് അണ്ടർലൈൻ ചെയ്യാം. ആൻസർ ഫുള്ള് ആദ്യം തുടക്കം. ഈ ആൻസർ മുട്ടാത്ത രീതി ചെയ്യണം കേട്ടോ. അടിയിലോട്ട് മാറ്റി ഇതിലെങ്ങും മുട്ടരുത്. അപ്പോൾ അതാണ്ട് ഈ സംഭവം നമുക്ക് കിട്ടി. എത്രയാണ്? 133.33 കിലോമീറ്റർ. ഓക്കെ. അപ്പം 33 and 1/3% of 400 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഈക്വൽ ടു 133.33 കിലോമീറ്റേഴ്സ്. ഓക്കെ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വേറൊരു കണക്ക് നോക്കാം. 5 and 5/7% of 700 ലിറ്റർ. അപ്പൊ എന്താണ്? ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യുക. എത്ര വന്നു? 7 × 5 35 പ്ലസ് 5 ഈക്വൽ ടു 40 എന്ന് പറഞ്ഞാൽ എന്താണ്? 40/7% ഓഫ് 700 ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് എന്തോ മനസ്സിലാക്കേണ്ടത്? ഔട്ട് ഓഫ് 100 ഈക്വൽ ടു 40 ഡിവൈഡഡ് ബൈ 7. ഔട്ട് ഓഫ് 1 ഈക്വൽ ടു 40 ഡിവൈഡഡ് ബൈ 7. ഇനി ഡിവൈഡഡ് ബൈ 100 നമ്മൾ ഇവിടെ എഴുതുന്ന ഇങ്ങനെ എഴുതി 100. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 40 ഡിവൈഡഡ് ബൈ 7 ഇൻറ്റു 1/100. ശരിയാണോ? ശരിയല്ലേ? എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതും നമ്മൾ വെട്ടി ഇതും നമ്മൾ വെട്ടി. ഈക്വൽ ടു 4/70 എന്ന് എഴുതി. ഓക്കെ. അപ്പൊ നമുക്ക് ഔട്ട് ഓഫ് 1 എത്രയാണ്? 4/70. ഔട്ട് ഓഫ് 700 1ൽ എത്രയാണ്? 4/70 ഇൻറ്റു 700 എത്ര വന്നു? ഈ ഒരു 0 ഈ ഒരു 0 വെട്ടി 7 ഇതാകുമ്പം 10 ടൈംസ് ഈക്വൽ ടു 40. ഏതാണ് യൂണിറ്റ്? ഏതാണ്? ലിറ്റർ. ഈക്വൽ ടു 40 ലിറ്റർ. കണ്ടോ? അപ്പം ഇത് നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ട് കിടക്കുന്നതിന് ഒരു പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി. ഇതിന്റെ അർത്ഥം എന്താണ്? ഔട്ട് ഓഫ് 100 ഇതാണ് ഉത്തരം. ഔട്ട് ഓഫ് 1 ആണെന്നുണ്ടെങ്കിൽ ഈ സംഭവം ഡിവൈഡഡ് ബൈ 100. അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ എഴുതി. എന്നിട്ട് അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇൻറ്റു വിട്ട് ഇങ്ങനെ എഴുതാം. ഈക്വൽ ടു 4/70. ഔട്ട് ഓഫ് 70 ആകുമ്പോൾ 4/70 ഇൻറ്റു 700 ഈക്വൽ ടു 40 ലിറ്റർ. ഓക്കെ. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു കണക്ക് നോക്കാം. എക്സസൈസ് 6C ബി സെക്ഷൻ. അതിൽ എഴുതിയിരിക്കുന്നത് വാട്ട് പെർസെന്റേജ് ഓഫ് 36 ഈസ് 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 36ന്റെ എത്ര പെർസെന്റേജ് ആണ് 9? അപ്പൊ നമ്മൾ എന്ത് എഴുതി കൊടുക്കും? ഔട്ട് ഓഫ് 36 എത്രയാണ്? 9. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഔട്ട് ഓഫ് 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9 ഡിവൈഡഡ് ബൈ 36. ശരിയല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഔട്ട് ഓഫ് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്?
പെർസെന്റേജ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഔട്ട് ഓഫ് 100 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 9 ഡിവൈഡഡ് ബൈ 36. ഔട്ട് ഓഫ് 1 എത്രയാണോ ഇൻറ്റു നമുക്ക് എത്ര കണ്ടുപിടിക്കേണ്ടത്? 100. ശരിയാണോ? നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അത് പിന്നീട് പറഞ്ഞുതരാം. അപ്പം ഇവിടെ നമ്മൾ 9 വെച്ച് വെട്ടി. എത്രയാണ്? 4. ഇവിടെ 1. എത്രയാണ്? 100നെ നമുക്ക് എത്ര വെച്ച് വെട്ടാം? 1 ഇൻറ്റു എത്രയാണ്? 25 ഇസിക്കൽ ടു 25. 2 ഇൻറ്റു 25 ഇസിക്കൽ ടു 50. 3 ഇൻറ്റു 25 ഇസിക്കൽ ടു 75. 4 ഇൻറ്റു 25 ഇസിക്കൽ ടു 100. കണ്ടോ? ഇപ്പൊ നമുക്ക് ഇതിനെ 25 4 വെച്ച് നമുക്കിതിനെ വെട്ടാം. അപ്പൊ എത്ര വന്നു? 25 എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട് ഓഫ് 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർസെന്റേജ് കൂടെ നമ്മൾ ഇട്ട് കൊടുക്കും. 25% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 36 9 എത്ര പെർസെന്റേജ് ആണ്? 36ന്റെ എത്രയാണ്? 25%. മനസ്സിലായോ? ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാനുണ്ടോ, ഇവിടെ കിടക്കുന്ന എന്താണ്? ഒരു ന്യൂമറേറ്ററും ഉണ്ട്, ഒരു ഡിനോമിനേറ്ററും ഉണ്ട്. ശരിയല്ലേ? ഇതൊരു ഫ്രാക്ഷനാണ്. ഏതൊരു ഫ്രാക്ഷനും അത് നോർമൽ ഫ്രാക്ഷൻ ആയിരിക്കണം. മിക്സഡ് ഫ്രാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്താക്കണം? നോർമൽ ഫ്രാക്ഷൻ ആക്കണം. നമുക്കറിയാം. ഇപ്പൊ ഒരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണ്. 6 and 1/4. അപ്പൊ എങ്ങനെ ചെയ്യുന്നേ? ഈ ഓൾ നമ്പറിനെയും ഈ ഡിനോമിനേറ്ററുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് ആ കിട്ടുന്ന പ്രോഡക്റ്റിനെ ഈ ന്യൂമറേറ്ററുമായിട്ട് പ്ലസ് ചെയ്യുക. അപ്പൊ ഇവിടെ എത്ര വരും? 6 ഇൻറ്റു 4 എത്ര വന്നു? 24 പ്ലസ് 1 25. 25 ഡിവൈഡഡ് ബൈ 4. ആ ഡിനോമിനേറ്റർ തന്നെ നമ്മൾ എന്ത് എഴുതുക? അതിലേക്ക് എഴുതി വെക്കുക. അപ്പൊ ഇതിനെ നമുക്ക് എന്താക്കാം? ഒരു ഫ്രാക്ഷൻ ആക്കാം. ഏതൊരു ഫ്രാക്ഷനും, ഏതൊരു നോർമൽ ഫ്രാക്ഷനും എന്ന് പറഞ്ഞാൽ മിക്സഡ് ഫ്രാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അതിനെ എന്താക്കുക? നോർമൽ ഫ്രാക്ഷൻ ആക്കുക. ഏതൊരു നോർമൽ ഫ്രാക്ഷനും എന്തായിരിക്കും? ഔട്ട് ഓഫ് 1 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് 100 കണ്ടുപിടിക്കുക എത്രയാണ്? ഏതൊരു ഫ്രാക്ഷൻ ആണെങ്കിലും ഔട്ട് ഓഫ് 1 ആണ് ഇൻറ്റു 100. മനസ്സിലായോ? അടുത്ത 2 അവിടെ കിടക്കട്ടെ. നമുക്ക് മൂന്നാമത്തെ കണക്ക് നമുക്ക് നോക്കാം. അപ്പൊ ഇതും എന്താണ്? വാട്ട് പെർസെന്റേജ് ഓഫ് 40 ഈസ് 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40യുടെ എത്ര പെർസെന്റേജ് ആണ് 8 എന്നുള്ളത്. മനസ്സിലായോ? അപ്പം 8 എന്ന് പറയുന്നത് 40യുടെ എത്ര പെർസെന്റേജ് ആണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മളിവിടെ എന്ത് എഴുതി കൊടുത്തു? ഔട്ട് ഓഫ് 40. ഔട്ട് ഓഫ് 40 എത്രയാണ്? 8. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കും? ഔട്ട് ഓഫ് 1 ഇസിക്കൽ ടു 8 ഡിവൈഡഡ് ബൈ 40. കണ്ട? ഫ്രാക്ഷൻ ആയില്ലയോ? ഏതൊരു ഫ്രാക്ഷനും, ഏതൊരു നോർമൽ ഫ്രാക്ഷൻ, മിക്സഡ് ഫ്രാക്ഷൻ ആണെന്നുണ്ടെങ്കിലും അതിനെ നമ്മൾ നോർമൽ ഫ്രാക്ഷനിലേക്ക് മാറ്റും. ഏതൊരു ഫ്രാക്ഷനും എന്താണ്? ഔട്ട് ഓഫ് 1 ആണ്. അപ്പൊ നമ്മൾ എന്ത് എഴുതി കൊടുത്തു? ഔട്ട് ഓഫ് 100 എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് 1 ഇൻറ്റു 100. ശരിയാണോ? ഇത് നമ്മൾ വെട്ടി, ഇത് നമ്മൾ വെട്ടി. ശരിയല്ലേ? ഇനി നമുക്ക് 4നെ എത്ര ടൈംസ് ആണ്? 2 ടൈംസ്. ഇപ്പൊ എത്രയായി? 2 ഇൻറ്റു 10 ഇസിക്കൽ ടു 20. ഔട്ട് ഓഫ് 100% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 40യുടെ എത്ര പെർസെന്റേജ് ആണ്? 20%. അപ്പം ഇത് കണ്ടോ ഒരു ഫ്രാക്ഷൻ. ഏതൊരു ഫ്രാക്ഷനും ഔട്ട് ഓഫ് 1 ആണ്. ഏതൊരു നോർമൽ ഫ്രാക്ഷൻ, മിക്സഡ് ഫ്രാക്ഷൻ ആണെങ്കിൽ എന്ത് ചെയ്യുക? അതിനെ നോർമൽ ഫ്രാക്ഷനിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. അതൊരു തമാശ ചോദ്യമാണ് കേട്ടോ. അതുകൊണ്ട് ഇവിടെ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ രണ്ടിടത്തും ഒരേ യൂണിറ്റ് തന്നെയാണെന്ന് നോക്കണം. ഇവിടെ എന്താണ്? 100 മീറ്റർ ഈസ് വാട്ട് പെർസെന്റേജ് ഓഫ് 100 മീറ്റർ ഈസ് 6.25 മീറ്റർ. രണ്ടും മീറ്റർ തന്നെയാണ്. ഇതിലെന്താ ചോദ്യം? എത്ര ശതമാനമാണ് 100ന്റെ 6.25 മീറ്റർ? 100 മീറ്ററിന്റെ 6.25 മീറ്റർ എന്ന് പറയുന്നത് എത്ര ശതമാനമാണ്? ഇതെന്താ തമാശ ചോദ്യം എന്ന് പറയാൻ കാര്യം? ഇവിടെ ചോദ്യം എന്താണ്?
100 മീറ്റർ ആണെങ്കിൽ 6.25. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 100 ആണെങ്കിൽ എത്രയാണ്? അപ്പൊ ഓൾറെഡി ഇവിടെ എന്ത് തന്നിരിക്കുകയാണ്? ആൻസർ ഇവിടെ തന്നേക്കുക. നോക്കിക്കോണേ, ഇവിടെ എന്താണ്? നമുക്ക് എന്ത് എഴുതി കൊടുക്കാം? ഔട്ട് ഓഫ് 100 = 6.25. ഔട്ട് ഓഫ് 100 നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇപ്പൊ ഓൾറെഡി ഇവിടെ ആൻസർ ഉണ്ട് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 6.25%. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതി കൊടുക്കാം? 0.25 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 1/4%. എങ്ങനെ എഴുതിയാലും കറക്റ്റാണ്. ഓക്കെ, അപ്പം ഇവിടെ ഓൾറെഡി ആൻസർ തന്നിരിക്കുകയാണ്. 100 മീറ്ററിൽ 6.25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 മീറ്ററിന്റെ എത്ര പെർസെന്റേജ് ആണ്? 100 മീറ്റർ ആണ് എന്നുണ്ടെങ്കിൽ 6.25. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 100 ആണെങ്കിൽ എത്രയാണ് എന്നാണ് ചോദ്യം. എത്രയാണ്? 6.25 തന്നെ. ഇവിടെ ആൻസർ ഓൾറെഡി തന്നിരിക്കുകയാണ്. ഓക്കെ, നമുക്കിനി അടുത്തൊരു കണക്ക് നോക്കാം. വാട്ട് പെർസെന്റേജ് ഓഫ് 480 ലിറ്റർ ഈസ് 30 ലിറ്റർ? അപ്പൊ നമ്മൾ എന്ത് എഴുതി കൊടുത്തു? രണ്ടും നമ്മൾ യൂണിറ്റ് വെക്കുക, രണ്ടും കറക്റ്റ് ആണ്. അവിടെ നമ്മൾ എഴുതി ഔട്ട് ഓഫ് 480 = 30. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഔട്ട് ഓഫ് 1 = 30 ഡിവൈഡഡ് ബൈ 480. ഏതൊരു ഫ്രാക്ഷനും ഔട്ട് ഓഫ് 1 ആയിരിക്കും, നോർമൽ ഫ്രാക്ഷൻ. മിക്സഡ് ഫ്രാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് നോർമൽ ഫ്രാക്ഷൻ ആക്കാൻ അറിയാം. ഇനി അടുത്ത ഔട്ട് ഓഫ് 100 = ഔട്ട് ഓഫ് 1 എത്രയാണ്? 30 ഡിവൈഡഡ് ബൈ 480 ഇൻറ്റു 100. അപ്പം ഇതും നമ്മൾ കിട്ടി. ഇനി നമുക്ക് എന്താണ്? 300 ഡിവൈഡഡ് ബൈ 48 ആണ്. അപ്പൊ ഇതിനെ നമുക്ക് വെട്ടാൻ പറ്റുമോ നോക്കാം. 48 എന്ന് എഴുതി, ഇവിടെ 3 എന്ന് എഴുതി. 1 ടൈം 3 ശരിയല്ലേ? ഇവിടെ 1 വന്നു, 18 ഇറക്കി, 6 ടൈംസ് ശരിയല്ലേ? അപ്പൊ ഇത് എത്ര ടൈമാണ്? 16. അപ്പൊ ഇതിനെ വെട്ട് 1, ഇവിടെ 16 നമ്മൾ എഴുതി. ശരിയല്ലേ? ഇതിനെ ഇനി നമുക്ക് വെട്ടാൻ പറ്റുമോ? അല്ലാതെ തന്നെ നമുക്ക് ഇതിനെ വെട്ടാം. 3 1 ടൈം 3 ശരിയല്ലേ? ബാക്കി 1 ഉണ്ട്, ഇങ്ങോട്ട് വന്നു, 18 ആയി. അപ്പം 6. ഇനി നമുക്ക് ഇതിനെ 2 വെച്ച് വെട്ടി നോക്കാം. എത്ര വന്നു? 8. ഇത് എത്ര വന്നു? 50, നേരി പകുതി. ഇതിനെ വീണ്ടും നമ്മൾ 2 വെച്ച് വെട്ടി. എത്ര വന്നു? 4. ഇവിടെ എത്ര വന്നു? 25. അപ്പൊ എത്ര നമുക്ക് ആൻസർ കിട്ടിയേ? 25 ഡിവൈഡഡ് ബൈ 4. അത് നമുക്ക് ഇനി ഒന്ന് ചെയ്ത് നോക്കാം. 25 ഡിവൈഡഡ് ബൈ 4 എത്ര തവണയാണ്? 4 ടൈംസ് ആവുമ്പം 20, 6 ടൈംസ് ആവുമ്പം 24. ശരിയല്ലേ? 1 വന്നു. ഇവിടെ നമ്മളൊരു പോയിന്റ് ഇട്ട് കൊടുത്തിട്ട് ഇവിടെ ഒരു 0 ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുത്തു. അപ്പൊ എത്ര ടൈമാണ്? 2 ടൈംസ് 8 ശരിയല്ലേ? ഇപ്പൊ ബാക്കി 2 വന്നു, 0 ഇട്ട് കൊടുത്തു, 5 ടൈംസ്. അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടി? എത്രയാണ്? 6.25 ശരിയല്ലേ? നോക്കി, ഇത് ഔട്ട് ഓഫ് 100 ആണ്. 6.25%. എന്നിട്ട് ഡബിൾ ലൈൻ ചെയ്ത് കൊടുക്കുക. അപ്പം വാട്ട് പെർസെന്റേജ് ഓഫ് 480 ലിറ്റർ ഈസ് 30 ലിറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കൊടുക്കും 6.25%. വളരെ എളുപ്പമാണ് കണക്ക്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതൊരു നോർമൽ ഫ്രാക്ഷനും എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അതെന്തായിരിക്കും? ഔട്ട് ഓഫ് 1 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷൻ നേരിട്ട് എഴുതി എത്ര പേർക്കാണോ അത് വെച്ച് ഇൻഡു ചെയ്താൽ മതി. പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ എത്ര പേർക്കാണ്? 100. ഓക്കെ, അടുത്തൊരു ചോദ്യം നോക്കാം. വാട്ട് പെർസെന്റേജ് ഓഫ് 500 കിലോമീറ്റർ ഈസ് 500 മീറ്റർ? ഇപ്പൊ ഇവിടെ എന്താണ്? 500 കിലോമീറ്റർ ആണ്, ഇവിടെ മീറ്റർ ആണ്. രണ്ട് യൂണിറ്റ് കിടക്കുകയാണ്. ഇപ്പൊ നമ്മളൊരു ഡോക്ടറെ കാണാൻ പോയി പനിയായിട്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്തു? അവിടെ ചെന്ന് കഴിഞ്ഞപ്പം നമുക്ക് 2 ലിറ്ററിന്റെ വലിയൊരു ബോട്ടിലിൽ മെഡിസിൻ തന്നിരിക്കട്ടെ. നമ്മളെടുത്ത് ഡോക്ടർ പറഞ്ഞ എത്രയാണ്?
2 ml കഴിക്കാനാണ്. അപ്പൊ നമ്മൾ ഈ ബോട്ടിലുള്ള മൊത്തം ഒരു തവണ എടുത്ത് കുടിച്ചു തീർക്കുവോ? രാവിലെ വൈകിട്ട് 2 ml വെച്ച് കുടിക്കാൻ പറഞ്ഞു. നമ്മളപ്പോ ഈ ബോട്ടിൽ ഒരു തവണ കൊണ്ട് ഇത് മൊത്തം കുടിച്ചു തീർക്കുവോ? 2 ലിറ്റർ 2 പറഞ്ഞെന്ന് പറഞ്ഞ്. അപ്പൊ നമ്മൾ 2 ml ആക്കണം. അതിനെന്തുവാണ്? അതിന്റെ മുകളിൽ ചെറിയൊരു അടപ്പ് കാണും, ഒരു അടപ്പ് പോലത്തെ ഒരു സാധനം. അതിൽ നമുക്ക് ഒഴിച്ച് 2 ml കറക്റ്റ് 2 ml ആക്കി കുടിക്കാൻ പറ്റും. അല്ലാതെ ഇത് മൊത്തം കുടിക്കത്തില്ല. അപ്പൊ ഇതിനെ എന്ത് ചെയ്യണം? ml മാറ്റണം. അതുപോലെ ഇവിടെ രണ്ടും എന്താണ്? 2 ഇതിൽ കിടക്കുകയാണ്. നമ്മൾ പറഞ്ഞു കൊടുക്കും എന്താണ്? 1 കിലോമീറ്റർ എന്ന് പറഞ്ഞ എത്രയാണ്? 1000 മീറ്റർ ആണ്. ശരിയല്ലേ? 1 കിലോമീറ്റർ 1000 മീറ്റർ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 500 കിലോമീറ്റർ എത്ര ആയിരിക്കും? 500 into 1000 മീറ്റർ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതി കൊടുത്തു 500 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 500 into ഒരാളുടെ കയ്യിൽ 1000. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 500 പേരുടെ കയ്യിൽ 500 into 1000 മീറ്റർ. ശരിയാണോ? അപ്പൊ നമ്മൾ എഴുതി. അപ്പൊ ഈ ചോദ്യം ഒന്നും കൂടെ നമ്മൾ കറക്റ്റ് ചെയ്ത് എഴുതി. 500 into 1000 മീറ്റർ ഈസ് 500 മീറ്റർ. ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ 2 യൂണിറ്റും കറക്റ്റ് ആക്കി എഴുതി. ഇപ്പൊ ഇവിടെ എന്താണ് നമ്മുടെ ചോദ്യം വന്നേക്കുന്നത്? വാട്ട് പെർസെന്റേജ് ഓഫ് 500 into 1000 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര വരും? 5 കഴിഞ്ഞിട്ട് 1 2 3 4 5 5 0 1 2 3 4 5 5 0 വന്നാൽ എത്രയാണ്? ലാക്ക്. 5 lakh മീറ്റർ ഈസ് 500 മീറ്റർ. മനസ്സിലായോ? അപ്പൊ നമ്മൾ എഴുതി ഇത്രയാണ് നമ്മുടെ ഇത് വന്നേക്കുന്നത്. ഇപ്പൊ എത്ര പെർസെന്റേജ് ആണ്? അപ്പൊ നമ്മൾ എഴുതി ഔട്ട് ഓഫ് 5 കഴിഞ്ഞ് എത്ര പൂജ്യമാണ്? 1 2 3 4 5 0. ഔട്ട് ഓഫ് 5 lakh എത്രയാണ്? 500 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഔട്ട് ഓഫ് 1 എത്രയാണ്? 500 ഡിവൈഡഡ് ബൈ 5 കഴിഞ്ഞിട്ട് എത്ര പൂജ്യമാണ്? 1 2 3 4 5. ശരിയല്ലേ? എണ്ണി നോക്കണം. 1 2 3 4 5. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഔട്ട് ഓഫ് 100 എന്ന് പറയുന്നത് എത്രയാണ്? ഔട്ട് ഓഫ് 1 എത്രയാണോ 500 ഡിവൈഡഡ് ബൈ 5 കഴിഞ്ഞിട്ട് എത്ര പൂജ്യമാണ്? 1 2 3 4 5 0 ഇൻറ്റു ഔട്ട് ഓഫ് 1 ഇൻറ്റു 100. ഇനി നമുക്ക് 0 ഇട്ട് കളിക്കാം. എന്താണ്? ഇവിടെ ഒരെണ്ണം വെട്ടി, ഇവിടെ ഒരെണ്ണം വെട്ടി, ഇവിടെ ഒരെണ്ണം വെട്ടി, ഇവിടെ ഒരെണ്ണം വെട്ടി, ഇവിടെ വെട്ടി, ഇവിടെ വെട്ടി, ഇവിടെ വെട്ടി, ഇവിടെ വെട്ടി. 5/50 എന്ന് പറഞ്ഞാൽ എത്ര വന്നു? 5/50. 1 ഇത് വെച്ച് വെട്ടിക്കഴിഞ്ഞാൽ എത്ര വരും? 1/10. ഇപ്പൊ എപ്പോഴും നമ്മൾ 0 ഒക്കെ വെട്ടുമ്പോണ്ടല്ലോ, നമ്മൾ ആദ്യം 100നെ ഏറ്റവും അവസാനം വെട്ടാവും. എപ്പോഴും ഇപ്പുറത്തേത് വെട്ടണം. 1/10. 1/10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമുക്കിവിടെ ചെയ്തു നോക്കാം. 1 ഡിവൈഡഡ് ബൈ 10 ആണ്. ശരിയല്ലേ? ഇതിനെ നമ്മൾ ഡെസിമലിലേക്ക് ആക്കുമ്പോൾ എത്ര? ഇത് 1 ഡിവൈഡഡ് ബൈ 10. ഡെസിമലിലേക്ക് ആക്കുമ്പോൾ നമ്മൾ എങ്ങോട്ട് പോകണം? ലെഫ്റ്റിലേക്ക്. ശരിയല്ലേ? ഇപ്പൊ 0.1 എത്ര വന്നു? 0.1. ഔട്ട് ഓഫ് 100 അല്ലേ? 0.1% അണ്ടർലൈൻ ചെയ്ത് കൊടുക്കുക. മനസ്സിലായോ? അപ്പം 1/10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? നമ്മൾ അതിനെ ഡെസിമൽ ആക്കാനായിട്ട് ഒരു പ്ലേസ് ലെഫ്റ്റിലേക്ക്, എത്ര 0 ഉണ്ടോ അത്രയും പ്ലേസ് നമ്മൾ ലെഫ്റ്റിലേക്ക് മാറ്റി ഒരു ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പൊ നമ്മൾ ഈ കണക്ക് നോക്കി, ഇത് വളരെ സിമ്പിൾ ആണ്. ഇവിടെ 500 കിലോമീറ്റർ ആണ്, ഇവിടെ 500 മീറ്റർ ആണ്. നമുക്കറിയാം 1 കിലോമീറ്റർ എന്ന് പറയുന്നത് 1000 മീറ്റർ ആണ്. അപ്പൊ ഇവിടെ രണ്ടിടത്തെ യൂണിറ്റ് നമ്മൾ കറക്റ്റ് ചെയ്യും. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു? 1 കിലോമീറ്റർ എന്ന് പറയുന്നത് 1000 മീറ്റർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 500 കിലോമീറ്റർ എത്ര ആയിരിക്കും? 500 into 1000. അപ്പൊ ഇത്രയും നമുക്ക് കിട്ടി. ആ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ ഇങ്ങനെ എഴുതി. 5 lakh. 5 0 വന്നു കഴിഞ്ഞാൽ എത്രയാണ്? ലാക്ക് ആണ്. അപ്പം വാട്ട് പെർസെന്റേജ് ഓഫ് 5 lakh മീറ്റർ ഈസ് 500 മീറ്റർ. അപ്പൊ ഔട്ട് ഓഫ് 5 lakh എത്രയാണ്? 500. ഔട്ട് ഓഫ് 1 എത്രയാണ്? 500 ഡിവൈഡഡ് ബൈ 5 lakh. ഔട്ട് ഓഫ് 100 എത്രയാണ്?
500 ഡിവൈഡഡ് ബൈ 5 ലാക്ക് ഇൻറ്റു 100. ഇപ്പൊ എപ്പോഴും നമ്മൾ 0 വെട്ടുമ്പം നമ്മൾ നേരത്തെ വെട്ടിയത് പോലെ അല്ലാതെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, 100നെ അവിടെ നിർത്തിക്കൊണ്ട് ബാക്കിയുള്ളിടത്ത് എല്ലാം 0 നമ്മൾ വെട്ടിക്കളയുക. അത് നമ്മുടെ കണക്കിന്റെ എളുപ്പത്തിന് വേണ്ടിയാണ്. അപ്പൊ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, 2 ml പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2 ലിറ്റർ മെഡിസിൻ അല്ല കുടിക്കുന്നത്. അതിന്റെ മുകളിൽ ഒരു ചെറിയ അളക്കുന്ന ഒരു ചെറിയൊരു അടപ്പുണ്ട്, അതിൻ്റെ അകത്തേക്ക് ഒഴിച്ച് അതിൽ ഇവിടെ ഇങ്ങനെ മാർക്കിങ്സ് കാണും. 1 ml 2 ml 3 ml എന്ന് പറഞ്ഞ് ഇങ്ങനെ മാർക്കിങ്സ് കാണും. അപ്പൊ അതിൽ ഒഴിച്ച് കറക്റ്റ് ആയിട്ട് എടുക്കുക. അല്ലാതെ 2 ലിറ്റർ അല്ല നമ്മൾ കഴിക്കുന്നത്. അപ്പൊ ഇതിനെ എന്താക്കി മാറ്റണം, 2 ലിറ്ററിനെ ml ആക്കി മാറ്റണം. ഓക്കെ, അത് തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. വളരെ ഈസിയാണ് ഈ കണക്ക്. നമ്മൾ നേരത്തെ ഒരു കണക്ക് ചെയ്യാതെ വിട്ടില്ലായിരുന്നോ? ആ കണക്ക് നമുക്ക് നോക്കാം. എന്താണ്? വാട്ട് പെർസെന്റേജ് ഓഫ് എ ഡേ ഈസ് 96 മിനിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസത്തിന്റെ എത്ര ശതമാനമാണ് 96 മിനിറ്റ്സ് എന്ന് പറയുന്നത്? നോക്കി, ഇവിടെ ഡേ ആയിട്ട് കിടക്കുകയാണ്, ഇവിടെ മിനിറ്റ്സ് ആയിട്ട് കിടക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ കൂട്ട് 2 ml മെഡിസിൻ കഴിക്കാൻ പറയുമ്പോൾ നമ്മൾ എത്രയാണ്, 2 ലിറ്റർ കഴിക്കുവോ? ഇല്ല. അപ്പൊ നമ്മൾ ഇവിടെ ആദ്യം എഴുതി കൊടുക്കും, ഒരു കോളത്തിന്റെ അകത്ത് എഴുതി കൊടുക്കും, ഒരു ഡേ 1 ഡേ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ഡേ എന്ന് പറഞ്ഞാൽ എത്ര മണിക്കൂറാണ്? 24 hours. അപ്പൊ നമ്മൾ ഈ ചോദ്യം ഒന്നും കൂടെ എഴുതി, 24 hours വാട്ട് പെർസെന്റേജ് ഓഫ്, ഇതേ ചോദ്യം തന്നെ വീണ്ടും എഴുതി, വാട്ട് പെർസെന്റേജ് ഓഫ് 24 hours ഈസ് 96 മിനിറ്റ്സ്. ഇനിയും കറക്റ്റ് ആയോ നോക്കി. പക്ഷെ ഇവിടെ എന്താണ്, അവറിലാണ് കിടക്കുന്ന യൂണിറ്റ്, ഇവിടെ മിനിറ്റ്സിൽ. അപ്പൊ വീണ്ടും നമ്മൾ അടുത്ത ഒരു കോളം വരച്ചു കൊടുത്തു. എന്താ വരച്ചു കൊടുത്തേ? 1 hour എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60 മിനിറ്റ്സ് ആണ്. 1 hour എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60 മിനിറ്റ്സ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 24 hour എത്ര ആയിരിക്കും? നമ്മൾ എഴുതി കൊടുത്തു 24 hours എന്ന് പറയുമ്പോൾ എത്ര വരും? ഇൻറ്റു 60. അപ്പൊ 24 ഇൻറ്റു 60 മിനിറ്റ്സ്. ഇവിടെ നമ്മൾ ഇൻറ്റു ഒന്നും ചെയ്ത് കണ്ടുപിടിക്കാനൊന്നും നിൽക്കണ്ട, പറഞ്ഞുതരാം. ഈസ് 96 മിനിറ്റ്സ്. ഇപ്പൊ രണ്ടിടത്തെ യൂണിറ്റ് കറക്റ്റ് ആയോ നോക്കി. ഇതേ ചോദ്യം തന്നെ. അപ്പം 24 ഇൻറ്റു 60 മിനിറ്റ്സ്, ഇത് ചെയ്ത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, അത് എന്തുകൊണ്ടാണെന്ന് പറയാം. ഈസ് 96 മിനിറ്റ്സ്. അപ്പൊ ഇതേ സെയിം ചോദ്യം തന്നെയാണ് ഇത്. അപ്പൊ രണ്ടിടത്തെ യൂണിറ്റ് എന്ത് ചെയ്തു, നമ്മൾ കറക്റ്റ് ചെയ്തു. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? ഔട്ട് ഓഫ് ഇത് 24 ഇൻറ്റു 60 മിനിറ്റ്സ്, ഔട്ട് ഓഫ് 24 ഇൻറ്റു 60 മിനിറ്റ്സ് ഇസ് ഈക്വൽ ടു 96 മിനിറ്റ്സ്. ശരിയാണോ? നമ്മൾ എഴുതി ഔട്ട് ഓഫ് 1. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1 എത്ര ആയിരിക്കും? 96 ഡിവൈഡഡ് ബൈ 24 ഇൻറ്റു 60. ശരിയാണോ? നമുക്ക് എത്ര കണ്ടുപിടിക്കണ്ടേ? ഔട്ട് ഓഫ് 100 ഈക്വൽ ടു എത്രയാണ്? 96 ഡിവൈഡഡ് ബൈ 24 ഇൻറ്റു 60. ഔട്ട് ഓഫ് 1 ഇതല്ലേ? അത് അതേപോലെ തന്നെ നമ്മൾ എഴുതി കൊടുത്തു, ഇൻറ്റു 100. ശരിയാണോ? ഇനി നമുക്ക് ഈ 0 എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങ് വെട്ടിക്കളയാം. ഈ 0 നമ്മളങ്ങ് വെട്ടി. ശരിയല്ലേ? അതിന് അങ്ങനെ അങ്ങോട്ടെ, അറ്റന്നെ അവിടെ അങ്ങനെ കിടക്കട്ടെ. ഇത് കണ്ടോ, ഇത് 6ന്റെ ടേബിൾ ആണ്. ഇത് കണ്ടോ, അല്ല 3യുടെ ടേബിൾ ആണ്. 3യുടെ ടേബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര വെച്ച് വെട്ടാം? 6ല് 2 ടൈംസ്. ഇവിടോ 96 ആവുമ്പം ഇവിടോട്ട് നമുക്ക് എഴുതി കൊടുക്കാം. 6 ആവുമ്പോൾ എത്ര വന്നു? 3. ഇവിടെ 2. മനസ്സിലായോ? അപ്പൊ ഇനി അടുത്ത എത്ര വന്നു? ഇവിടെ 2 വന്നു, ഇവിടെ 24. അപ്പൊ ഈ 2 വെച്ചിട്ട് നമുക്ക് വീണ്ടും ഇതിനെ വെട്ടാം. എത്ര വന്നു? 16. അപ്പൊ 16/24. അപ്പൊ ഇത് നമുക്ക് ഇങ്ങോട്ട് എടുത്തൊന്ന് എഴുതി കൊടുക്കാം. ഇങ്ങോട്ട് എഴുതി 16 ഡിവൈഡഡ് ബൈ 24 ഇൻറ്റു 16 ഡിവൈഡഡ് ബൈ 24 ഇൻറ്റു 10 എന്ന് എഴുതി.
ഇവിടെ നമുക്ക് സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് എഴുതിയാണ്. എപ്പോഴും നിങ്ങൾ കണക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, കുറേ സ്പേസ് ഇട്ട് വേണം ചെയ്യാൻ. ഇപ്പൊ ഇതിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അടുക്കി വെച്ച് ചെയ്യുന്നേ ഉള്ളൂ. അപ്പൊ ഇവിടെ വീണ്ടും നമ്മൾ വെട്ടി 2 വെച്ചിട്ട് 8. ഇതെത്രയാണ്? 12. വീണ്ടും 4. ഇവിടെ എത്ര വന്നു? 6, 2, 3. ഇപ്പൊ എത്ര വന്നു? 2 into 10 divided by 3 എന്ന് പറഞ്ഞാൽ 20 divided by 3. ശരിയല്ലേ? 20 divided by 3. അപ്പൊ അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 20 divided by 3. അപ്പൊ എത്ര ടൈം വരും? 6 times 18. ബാക്കി 2. ഇപ്പൊ ഇവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുത്തു, 0 ആക്കി. 6 times 18. അപ്പൊ വീണ്ടും ഇവിടെ 2 വന്നു, 0 ഇട്ട് കൊടുത്തു. 6 times 18. വീണ്ടും 2 വന്നു, ഇവിടെ 0 ഇട്ട് കൊടുത്തു. ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതി കൊടുക്കാന്നറിയാവോ? 6.666 ആണ്. അപ്പൊ ഇത് 5 5 കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇതിനെ +1 ചെയ്യാം. 6.67%. എന്നിട്ട് അണ്ടർലൈൻ ചെയ്ത് കൊടുക്കുക. മനസ്സിലായോ? അപ്പൊ ഇവിടെ 6.2 ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് നമ്മൾ 2 ഡിജിറ്റ് ആണ് എഴുതുന്നത്. അപ്പം മൂന്നാമത്തെ ഡിജിറ്റ് 5 5 കൂടുതലോ ആണെന്നുണ്ടെങ്കിൽ ഇതിനെ +1 ആഡ് ചെയ്യുക. അപ്പൊ 6 + 1 എത്രയാണ്? 7. അപ്പൊ 6.666 എന്ന് എഴുതുന്നതിന് പകരം 6.67 എഴുതി. ഇവിടെ 5 5 കൂടുതലോ ആണെങ്കിൽ നമുക്ക് ഇവിടേക്ക് +1 ആഡ് ചെയ്ത് എഴുതാൻ പറ്റും. അപ്പം എന്താണ്? വാട്ട് പെർസെന്റേജ് ഓഫ് എ ഡേ ഈസ് 96 മിനിറ്റ്സ്. ഇപ്പൊ നമ്മൾ എഴുതി കൊടുത്തു 1 ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 അവേഴ്സ്. ഒരാളുടെ കയ്യിൽ 24. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്രയാണ്? 24 മണിക്കൂർ ഈസ് 96 മിനിറ്റ്സ്. അപ്പം ഇവിടെ അവേഴ്സ് ആയിപ്പോയി, ഇവിടെ മിനിറ്റ്സ് ആയിപ്പോയി. നമ്മൾ അടുത്ത് എഴുതി കൊടുത്തു 1 അവർ എന്ന് പറയുന്നത് 60 മിനിറ്റ്സ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 24 പേരുടെ കയ്യിൽ എത്ര കാണും? 24 into 60 ഈസ് 96. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഔട്ട് ഓഫ് 24 into 60 മിനിറ്റ്സ് എന്ന് പറയുന്നത് 96 മിനിറ്റ്സ് ആണ്. അപ്പൊ ഔട്ട് ഓഫ് 1 96 ഡിവൈഡഡ് ബൈ 24 into 60. ഔട്ട് ഓഫ് 100 96 by 24 ഡിവൈഡഡ് ബൈ 60 into 100. നമുക്ക് എത്ര വന്നു? 20/3 എന്ന് വന്നു. = 6.67. 6.666 എന്നാണ് വരുന്നത്. അതിന് നമ്മൾ എന്ത് എഴുതി? 6.67. ഔട്ട് ഓഫ് 100 ആണ്. അതുകൊണ്ട് പെർസെന്റേജിന്റെ നമ്മൾ എന്ത് ചെയ്തു? സിമ്പലും ഇട്ടുകൊടുത്തു. ഓക്കെ.